രണ്ടാളും സ്കൂളിൽ പോയിട്ട് വരുന്ന വരവാണിത്. എർത്ത് ഡേയുടെ ഭാഗമായിട്ട് സ്കൂളിൽ പൈററ്റ് ക്രാഫ്റ്റ് ചെയ്തതാണിത്. ഇതെന്തൊക്കെ തന്നെയാണെങ്കിലും എനിക്ക് ചിരിക്കാനുള്ള വക ഇതിനകത്തുണ്ട്. എനിക്കിവരെ കണ്ടപ്പോൾ ഓർമ്മ വന്നത് പണ്ട് ബാലരമയിൽ വായിച്ച മുത്തുവിനെയും വിക്രമനെയൊക്കെയാണ്. ഇതുപോലെ ചൂടോടെയുള്ള എക്സ്പ്രഷനൊക്കെ നമ്മൾ കിട്ടണമെങ്കിൽ എപ്പോഴും സ്കൂൾ വിട്ട് വരുമ്പം ആ വാതിക്കൽ തന്നെ നിൽക്കണം. കുറച്ച് നേരം അകത്തുള്ള കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ടി വി തരുമോ എന്ന് ചോദിച്ചപ്പം എനിക്ക് തോന്നി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെതറാണ്, എന്നാൽ പിന്നെ ഇവരെയും കൊണ്ട് അടുത്തുള്ള പാർക്ക് വരെ ഒന്ന് പോയേക്കാം. പാർക്ക് നമ്മുടെ വീട്ടിനടുത്താണെങ്കിലും ഇറങ്ങിയപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും അവിടെ ഉണ്ടായില്ല. ആകെ 1-2 കുട്ടികൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഞങ്ങൾ വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മെല്ലെ ക്ലൈമറ്റ് ചേഞ്ചായി. ആ ചൂടൊക്കെ ഒന്ന് പോയി തണുത്ത കാറ്റ് വീശി തുടങ്ങി. തണുത്ത കാറ്റൊക്കെ വീശി തുടങ്ങി. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ പോവാം, നാളെ തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കേട്ട ഭാവം നടിച്ചില്ല. എന്തായാലും ഞാനാണ് ഇവരെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. എന്നാൽ പിന്നെ കുറച്ച് സമയം കൂടെ അവർ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ കളിക്കുമ്പോഴാണല്ലോ നമ്മൾ വീണതും വീണെടുത്ത് നിന്ന് എണീക്കാൻ പഠിച്ചതും പിന്നെയും ഓരോന്ന് ട്രൈ ചെയ്യാൻ പഠിച്ചതും ഷെയർ ചെയ്യാൻ പഠിച്ചതും ഒക്കെ. സമയം 7 മണി ആവാറായപ്പോഴത്തേനും എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലിരിക്കുമ്പോഴാണ് അമ്മുവും പ്രിയൊക്കെ വരുന്നത്. അങ്ങനെ അവർ കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്ന് കളിച്ചു. അടുത്ത ഷിഫ്റ്റിന് പോകേണ്ടതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മക്കളടുത്ത് പറയുന്നുണ്ട് നമുക്ക് പോകണം, നാളെ വരാമെന്നൊക്കെ. ഈ കളിയുടെ ഇടയിൽ ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പാർക്കുകളുണ്ടാവും. മിക്ക ആൾക്കാരും കുട്ടികളെയും കൊണ്ട് വൈകുന്നേരങ്ങളിലും അല്ലാതെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പാർക്കുകളിലൊക്കെ വരാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുട്ടികൾക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നതും നമുക്ക് പാരൻസുമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ പറ്റുന്നത്. എന്തൊക്കെയോ വലിയ വലിയ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് റോഡിലും വഴി സൈഡിലൊക്കെ കാണുന്ന കമ്പും ചുള്ളിയൊക്കെ പെറുക്കിക്കൊണ്ട് പാച്ചു വരുന്നത്. 4 ആളെ കണ്ട് സംസാരിക്കണമെങ്കിൽ നേരത്തെ വരണമെന്ന് മനസ്സിലാക്കിയോണ്ട് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.